നമുക്ക് സാധാരണഗതിയിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് ചിലപ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. അങ്ങനെ അലർജി ഉണ്ടാക്കുന്ന ചില സാധനങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാധനമാണ് നമ്മളെ സോപ്പ്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണ്. അലക്കാനായിട്ടും കുളിക്കാനായിട്ടും നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സോപ്പ് ചില സമയത്ത് നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ സാധനമാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ. ചെരുപ്പുകളിലെ കെമിക്കൽസ് ചില സമയത്ത് നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നമ്മളെ ഓർണമെന്റ്സുകൾ, നമ്മളെ ആഭരണങ്ങൾ, അത് നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായകളുടെ രോമം, ചെടികളുടെ പൂമ്പൊടി ഒക്കെ നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ. ഇതിൽ ഏത് വസ്തുവാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമ്മളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ച് ഇതിനെ നമ്മൾ മാറ്റി നിർത്തി വേറെ വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ അലർജി കുറക്കാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് എന്താണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടർ